Hello dears, Assalamualaikum. Namaskaram. It's me Raihans. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാബീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സോയാബീൻ ചതച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയാബീൻ ഇതുപോലെ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചെറിയ ഉള്ളി, അതേപോലെ വെളുത്തുള്ളി, പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചുവന്ന മുളക്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ ഈ സോയാബീൻ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നല്ല വെള്ളമൊക്കെ ഒന്ന് വാർത്തി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൂടുതൽ അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ചുവന്നുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഉണക്കമുളകും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണക്കമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇതിനൊപ്പം തന്നെ ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലൊന്ന് മുരിച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമുളകും നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടോ, നല്ലപോലെ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണക്കമുളക് ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത്ര പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോ അവതരിപ്പിക്കുന്ന ശൈലിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ്. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു സവാള നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമ്മുടെ ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നമ്മൾ നീളത്തിലൊന്നും അരിയരുത്, നമ്മളിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഐറ്റം, നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്.
സവാളൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മുടെ ഈ മസാലപ്പൊടികളുടെ ഒരു ടേസ്റ്റും അതേപോലെ ഇതൊക്കെ നല്ല പോലെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ സോയാബീൻ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ചാൽ തന്നെ സോയാബീൻ അത്യാവശ്യം നല്ല പോലെ വെന്ത് വരും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല രീതിയിൽ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ വരിക. നമ്മളൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ ഒരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാനതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഈ സോയാബീൻ ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ആ സോയാബീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ സെൻറ്ററിലായിട്ട് ഇതുപോലെ തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചട്ടിപ്പൊത്തി വെക്കുക കേട്ടോ. ചട്ടിപ്പൊത്തി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ തേങ്ങ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക, ഒന്ന് പൊതിഞ്ഞ് വെക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് ഇറങ്ങി നല്ല പോലെ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ തേങ്ങയുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് മൂടി വെക്കുക. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ ഉള്ളിൽ കിടന്ന് നല്ല വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങയും നമ്മുടെ ഈ ഒരു സോയാബീനും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ പോയി ഒന്ന് നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഒരുപാട് റെസിപ്പീസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവർ പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കമിൽ ഒന്ന് തൊട്ട് കൊടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് അത് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോയാബീൻ ചതച്ചെടുത്തത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. എന്തായാലും നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം മതി. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഉണക്കമുളക് എടുക്കുന്ന സമയത്ത് നല്ല എരിവ് കൂടിയ മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. എരിവ് കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് ചതച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്താ സ്മെല്ല് വരുന്നത്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിന് സ്മെല്ല് ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇഷുട്ടിന് ബിരിയാണി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ബിരിയാണിയാണോ എന്ന് ചോദിച്ചിട്ട് ഓടി വന്ന് ബിരിയാണിയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തിന്നായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ സോയാബീന് പിന്നെ നമ്മൾ വേറെ രീതിയിലൊക്കെ അല്ല അധികം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.